അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം തരീഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തരീഖത്തുണ്ടായിരുന്നല്ലോ. ഒരു മനുഷ്യനെ ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് തരീഖത്ത് എന്ന് പറഞ്ഞാൽ. ആ പണി റസൂലുള്ളാഹി നടത്തീനി. അതല്ലേ തരീഖത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരീഅത്തും തരീഖത്തും രണ്ട് സാധനങ്ങളല്ല. അങ്ങനെ മഹാനാവുന്ന റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ ലാ തഖൂലു കമാ യഖൂലു ബഅദു ഹാദിഹിൽ മുതസവ്വിഫ, ഈ സൂഫിയാക്കളാണെന്ന് നടിക്കിട ചിലർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. നഹ്നു അഹ്ലുൽ ബാത്തിൻ വഅൻതും അഹ്ലുൽ ളാഹിർ, നിങ്ങൾ ളാഹിറിന്റെ ആളുകളാണ്, ഞങ്ങൾ ബാത്തിൻ. അങ്ങനത്തെ ഒന്നുമില്ല. ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് തരീഖത്തിന്റെ മശായിഖന്മാർ ചെയ്യുന്നത്. അത് സഞ്ചരിപ്പിക്കാൻ വേണ്ടി കഴിയണം. അവർക്ക് ഭൗതികമാവുന്ന താല്പര്യങ്ങൾ അവർക്കില്ല. അവരുടെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല 10 ആളുകളെ അല്ലെങ്കിൽ 20 ആളുകളെ 100 ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർ ചെയ്യണത്. ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു, അതാണല്ലോ ശൈഖിനെ പറ്റി പറയുന്ന സ്ഥലത്ത് വളരെ മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുഹദ്റത്തിലേക്ക് ചെന്നിട്ട് പറയും നിന്നോട്, ഹാദാ റബ്ബുക്ക്, ഇത് നിന്റെ റബ്ബാണ്. അള്ളാഹുവിനോട് പറയും ആദാ അബ്ദുക്കിന്റെ അബ്ദു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ശൈഖ് ചെയ്യുന്നത്. അങ്ങനത്തെ ശൈഖന്മാര് അതായിരുന്നു മഹത്തുക്കളാവുന്ന മഹാന്മാരൊക്കെ. ആ മഹാന്മാരാവുന്ന ശൈഖന്മാരിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ചില ആളുകൾ തരീഖത്തിനെ വാദിക്കുന്നവരുണ്ട്. അത് യഥാർത്ഥത്തിൽ അവരിൽ ആ മഹാനാവുന്ന ശൈഖിലേക്ക് ചേർക്കപ്പെടാൻ പറ്റിയതായ ആ തരീഖത്തല്ല അവരിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പല തരീഖത്തിൽ നമ്മൾ എതിർത്തത്. അപ്പൊ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതൊരു വിശുദ്ധമാവുന്ന പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ നന്മക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണത്. ഇവിടുത്തെ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം.